ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനു സ്റ്റേറ്റ്സിലേക്ക് സ്വാഗതം. വെള്ളരിക്കയും മാങ്ങയും ഇട്ട് വെച്ച വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ കൊഞ്ച് കറിയുടെ റെസിപ്പിയാട്ടോ ഇത്. ഇതെൻ്റെ അമ്മാമ്മയുടെയൊക്കെ വീട്ടിലെ ചെയ്തു വന്നിരുന്ന ഒരു കറിയാണ്. ഇതിനായിട്ട് ഒരു 1/2 കിലോ കൊഞ്ച് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. നടുവിലത്തെ ഈ നാരൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കൊഞ്ചിൻ്റെ തലയും കൂടി ഞാൻ ഈ കറിയിലേക്ക് എടുക്കുന്നുണ്ട്. കൊഞ്ചിൻ്റെ തലയും കൂടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും, രുചിയും കൂടും കേട്ടോ. ഇതിലേക്ക് ഒരു വെള്ളരിക്കയുടെ ഏകദേശം പകുതിയും ഒരു പച്ചമാങ്ങയും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് വേണം മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും കൊഞ്ചിൻ്റെ അളവിനേക്കാളും അല്പം കുറഞ്ഞ അളവിൽ വേണം വെള്ളരിക്ക എടുക്കാനായിട്ട്. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 6-7 ചെറുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിനെ ഒരു ചട്ടിയിലേക്ക് മാറ്റി 1 കപ്പ് വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ച് കലക്കി എടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൊഞ്ച് ചേർക്കുമ്പോൾ അതിൽ നിന്നും കൂടി വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. ഇതിനെ ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും ഒരല്പം മാങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പുളി പോരാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കറിയിൽ കൊഞ്ചൊക്കെ തീർന്നു പോയാലും ഈ വെള്ളരിക്ക എടുത്ത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ കൊഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ വെള്ളരിക്കയിൽ പിടിച്ചിട്ടുണ്ടാവും. ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റ് കറി ഒന്ന് അടച്ചു വയ്ക്കാം. ശേഷം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. കറി ഒന്ന് തിളച്ചു വരുമ്പോൾ മാങ്ങയിൽ നിന്നും പുളിയൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരും. ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവായിട്ട് തോന്നുവാണെങ്കിൽ ബാക്കിയുള്ള മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒരു ചെറിയ ഫ്ലെയിമിൽ 7 മിനിറ്റ് കറി ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അടപ്പ് തുറക്കാം. കണ്ടോ, കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നൊക്കെ നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കി വയ്ക്കാം. ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 5-6 ചെറുള്ളി നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് കറിയിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2 സെക്കൻഡ് കറി ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ ഈ താളിച്ചൊഴിച്ചതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറിയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാടൻ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.